സമയം നമുക്ക് പോകണ്ടേ? എല്ലാ കൂട്ടുകാർക്കും സുമേഷ് ഏട്ടൻ ട്രാവൽ എടുത്തൊരു വീട്ടിലേക്ക് സുഖം. അപ്പോൾ നമ്മൾ സമയം എത്രയാണെന്ന് അറിയാം. പുലർച്ചെ 5 മണിയോട് എടുക്കുന്നത്. ഇപ്പം നമ്മൾ ഗുരുവായൂർ പോകുന്ന വഴിയാണ്. തൃശ്ശൂർ പറപ്പൂർ എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയാണ് ഈ കാണുന്നത് ബാക്കിൽ. ഇവിടെ എന്താ നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് എൻ്റെ മുറിക്കിയ ഒരു കൂട്ടുകാരൻ്റെ വീട് പറപ്പൂരാണുള്ളത്. അപ്പോൾ ഈ പുലർച്ചെ 5 മണിക്ക് അവൻ്റെ വീട്ടിൻ്റെ മുന്നിൽ പോയി ഞാൻ 1-2 തവണ വീട്ടിൽ വന്നിട്ടുള്ളൂ. ആ സ്ഥലം ഏകദേശം അറിയാം. അപ്പോൾ അവിടെ പോയിട്ട് പുലർച്ചയ്ക്ക് അവനെ റോങ് കോൾ ചെയ്തിട്ട് നമ്മുടെ ഓഫീസ് നമ്പറുണ്ട്, അതിൽ നിന്ന് വിളിച്ചിട്ട് ഒന്ന് പുറത്തോട്ട് വരുമ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടാവും, ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ഫ്രെഡി എന്നാണ് അവൻ്റെ പേര്, പറപ്പൂരാണ് സ്ഥലം. അപ്പോൾ അവനൊരു സർപ്രൈസ് കൊടുക്കുകയാണ് പോകുന്ന വഴിക്ക്. അപ്പോൾ വീട്ടിൽ കയറാനൊക്കെ പറയുവാണ്. കുറേ കാലത്തിന് ശേഷം കാണുന്നില്ലേ. പക്ഷെ നമുക്ക് ടൈമില്ല. ഗുരുവായൂർ അമ്പലത്തിൽ 5:30 എത്തണമെന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഒരു 3-3:15 ഇറങ്ങിയെന്നാണ് ഞാൻ വീട്ടിൽ ബൈക്കിലാണ്. അപ്പോൾ നേരെ അവനൊരു സർപ്രൈസും കൊടുത്തിട്ട് നേരെ അമ്പലത്തിലോടും. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യും. അപ്പോൾ ഞാൻ നിൽക്കുന്നത് നേരെ അവൻ്റെ വീട്ടിൻ്റെ മുൻവശത്താണ്. അപ്പോൾ ഞാൻ കോൾ ചെയ്തിട്ട് വരുമ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ ഉണ്ടെന്ന് നോക്കാം. ഒരു 3 തവണയെങ്കിലും ഞാൻ കോൾ ചെയ്തിട്ടുണ്ടാവും. അതിൽ 2 തവണ അവൻ എടുത്തു. പക്ഷെ എന്നിട്ടും ആൾക്ക് പേടിയായിട്ട് വീട്ടുകാരെല്ലാം വിളിച്ചുകൊണ്ടിട്ടാണ് ആൾ വാതിൽ തുറന്നത്. ഫ്രെഡി ഓടലോടെ ഞാനാണ്, സുമേഷാണ്. പറഞ്ഞിട്ട് കാര്യമില്ല അവന്, കാരണം റോഡ് സൈഡിലെ വീടാണ്. അതുകൊണ്ട് തന്നെ പുലർച്ചെയാണ്. അപ്പം പേടിയുണ്ടാവും ആരെങ്കിലും കള്ളന്മാരോ കൊലപാതകളോ മറ്റോ ആണെങ്കിലോ എന്നുണ്ട്. സർപ്രൈസേ, ഞാൻ ഓഫീസ് നമ്പറിൽ നിന്നാണ് വിളിച്ചത്. പേടിച്ചില്ല, ഡൗട്ടായി. ശരിയടാ, ഞാൻ ഓട്ടംന്നല്ലേ ഒരുപാട് വൈകില്ല. വീട്ടിലോട്ട് കയറാനാവും നിർബന്ധിച്ചെങ്കിലും നമുക്ക് സമയമില്ലാത്ത കാരണം നേരെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകുന്നു. പിന്നെ രാത്രി ആയതുകൊണ്ട് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ക്ലാരിറ്റി ഇല്ല. കൂട്ടുകാരെ, നമ്മൾ നിൽക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ തെക്കേ നടയിലാണ്. ഇവിടെ ഒരുപാട് ഗസ്റ്റ് ഹൗസുകളും അതുപോലെ ശ്രീവത്സം ഗസ്റ്റ് ഹൗസ്, അങ്ങനെ കുറേ കാണാനുള്ളതും താമസിക്കാനുള്ളതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ വീഡിയോയിലൂടെ കാണുക. അപ്പം ഞാനിത് 2ാമത്തെ തവണയാണ് ഇപ്പോൾ അമ്പലത്തിനകത്തോട്ട് പോകുന്നത്. കാരണം ആദ്യത്തെ തവണ നമ്മൾ അമ്പലത്തിനകത്തോട്ട് കയറുന്ന കാരണം മൊബൈൽ ഫോണും മറ്റുള്ള സാധനങ്ങളൊന്നും തന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. പേഴ്സ് അടക്കം നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ക്ലോക്ക് റൂമുണ്ട് പുറത്ത്, ഓരോ നടയുടെയും ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ നമ്മൾ തെക്കേ നടൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള അവിടെ പോയിട്ട് 10 രൂപയാണ് ഒരു വണ്ടിക്ക് 10 രൂപ. അതുപോലെ തന്നെ നമ്മുടെ ലഗേജിന് വേറെ, അങ്ങനെയാണ്. അപ്പോൾ ലഗേജ് കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് ഞാൻ കാലത്ത് നേരത്തെ തന്നെ 6 മണിക്കും ഇവിടെ എടുക്കുമ്പോൾ തന്നെ ഞാൻ അകത്തോട്ട് കയറി. പിന്നെ നീണ്ട ക്യൂ ആയിരുന്നു, പറഞ്ഞ മുട്ടിഞ്ഞ തിരക്കായിരുന്നു. അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നട പുറത്തോട്ട് വരെ ക്യൂ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 11:30-12 മണിയോട് അടുത്തു. പിന്നെ വീണ്ടും ഈ വീഡിയോ പിടിക്കാൻ വേണ്ടി റിട്ടേൺ കയറുന്നതാണ്. തെക്കേ നട വഴിയിട്ടാണ് അമ്പലത്തിലോട്ട് കയറുന്നത്. ആ തിരക്കാണ്, ഞായറാഴ്ച നല്ല തിരക്കാണ്. കാലത്ത് പുലർച്ചെ 3 മണിക്ക് ഒരു ചായ കുടിച്ചാണ്. പിന്നെ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അതിൻ്റേതായിട്ടുള്ള ക്ഷീണം എൻ്റെ മുഖത്തുണ്ട്. മാസ്കിട്ട് വീഡിയോയിൽ മുഖം കാണിച്ച് എങ്ങനെ ചോദിച്ച് മറ്റുള്ളവർ മുഖം തിരിച്ചറിയാം. ഈ അമ്പലത്തിൻ്റെ ഓരോ നടയ്ക്കും അടുത്തുള്ള ഈ കടകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകളിനെ എന്താ പറയുക, കണ്ണഞ്ചിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ. ഫുൾ കളർഫുള്ളായിട്ടുള്ള സാധനങ്ങളാണ്. ഫോട്ടോസ് ആയാലും അതുപോലെ തന്നെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളായാലും മറ്റുള്ള കാര്യങ്ങളായാലും ഡ്രസ്സ് ഐറ്റംസിൻ്റെ എല്ലാം ഫുൾ കളർഫുള്ളാണ്. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് ഉണ്ണിയേട്ടൻ
ദർശനത്തിന് വന്നിട്ടുള്ള ആളുകൾ, ദർശനം കഴിഞ്ഞവർ ഒക്കെ അതോടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് വിശ്രമിക്കുന്നുണ്ട്. പലരും ഉറങ്ങുന്നുണ്ട്, പലരും അവിടെ ഇരുന്ന് വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. ചെറിയ സങ്കടങ്ങൾ വലിയ സന്തോഷത്തിന് കാരണമാവുമെങ്കിൽ എന്റെ കൃഷ്ണ ഇതെങ്ങനെ അറിഞ്ഞു? വിശ്വാസമില്ലാത്ത മനസ്സുകളെ കീഴ്പ്പെടുത്താൻ അങ്ങനെ ചില ജാലവിദ്യകൾ. ഇനി നമ്മൾ പോകുന്നത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ പേരിലുള്ള ഈ ഒരു ഹാളിലോട്ടാണ് പോകുന്നത്. ഒരുപാട് കുട്ടികളുടെ അരങ്ങേറ്റങ്ങളാണ് ഇവിടെ നടക്കുന്നത്. മോഹിനിയാട്ടം, ഭരതനാട്യം എന്നൊക്കെ പറയുന്ന പോലെ ഓരോരോ കലാരൂപങ്ങളുടെ അരങ്ങേറ്റം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആ കാഴ്ചകൾ കുറച്ച് നേരം കാണാം. ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇടയ്ക്ക് കയറി നമ്മുടെ ചെറിയൊരു ആഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ മറ്റുള്ള ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും മാരേജ് ഗിഫ്റ്റോ ആനിവേഴ്സറി അല്ലെങ്കിൽ ഹൗസ് വാമിങ് എന്ത് തന്നെ ആയിട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കണം, എന്ത് വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണെങ്കിൽ ഒട്ടും സമയം കളയേണ്ട നമ്മുടെ ഡ്രോയിങ് വീഡിയോസ് പോയിട്ട് കാണുക. അത്യാവശ്യം കുറച്ച് ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ ഇട്ടിട്ടുണ്ട്. മറ്റ് ചിലത് മാത്രം ഇടാത്തുള്ളത് കാരണം നമ്മുടെ കസ്റ്റമറിൻ്റെ അനുമതി ഇല്ലാത്തതുകൊണ്ടാണ് ഇടാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലുള്ള ഗിഫ്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ വരച്ച പടങ്ങൾ പെൻസിൽ ഡ്രോയിങ് ആയാലും കളർ പെൻസിൽ ഡ്രോയിങ് ആയാലും നമ്മൾ ചെയ്യും. അപ്പോൾ അത് ഫ്രെയിം ചെയ്ത് ഗിഫ്റ്റ് കവറിൽ പൊതിഞ്ഞ് നിങ്ങൾ പറയുന്ന പാർട്ടി തരുന്ന അഡ്രസ്സിൽ കൃത്യമായിട്ട് തന്നെ എത്തിക്കുന്നതായിരിക്കും. മിനിമം എനിക്കൊരു ഒരാഴ്ചയെങ്കിലും സമയം തരണം വർക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഇടാം, അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്നിട്ട് സപ്പോർട്ട് തരിക, ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ പറ്റും, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ലൈക്കും ഒരു കമൻറ്റും ഇടാൻ ശ്രമിക്കുക. തൊട്ട് താഴെ ഒരു ബെല്ലൈക്കൺ കാണും, അത് നോട്ടിഫിക്കേഷൻ്റെ ബെല്ലൈക്കനാണ്. അത് ഒന്ന് ഒരു തവണ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ഓൾ എന്ന് പറഞ്ഞത് എനബിൾ ആക്കിയാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിന് അടുത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
ഗുരുവായൂർ അമ്പലത്തിൽ നേർച്ചയ്ക്കോ വഴിപാടിനോ വരാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, നിങ്ങളൊരു പുലർച്ചെ 2 മണി കഴിഞ്ഞിട്ട് 3 മണിക്ക് ക്യൂ നിൽക്കാൻ പാകത്തിന് വേണം വരണം. ഇനി ഞായറാഴ്ചകളിൽ പ്രത്യേകിച്ചും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു കാലത്തൊരു 7 മണി 7:00 തന്നെ നമുക്ക് അമ്പലത്തിൽ നിന്നും ദർശനം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിർമ്മാല്യ ദർശനത്തിന് വരുന്നവരാണെങ്കിൽ നീണ്ട ക്യൂ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് സമയമാകും. അതുപോലെ തന്നെ പാൽപ്പായസത്തിന് കൗണ്ടർ സെപ്പറേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ കൃഷ്ണാട്ടം കളിക്കുകയാണെങ്കിൽ അതിന് രസീത് എടുക്കുന്നത് സെപ്പറേറ്റ് ആണ്. പാൽപ്പായസം സ്റ്റാർട്ട് ചെയ്യുന്നത് 60 രൂപയാണ് 1/2 ലിറ്ററിൻ്റെ ബോട്ടിലിൽ. നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ കൈവശമില്ലെങ്കിൽ ആ ബോട്ടിൽ നമുക്ക് അവിടെ നിന്ന് മേടിക്കാനായിട്ട് സാധിക്കും. അതും കൂടി ആഡ് ചെയ്തിട്ടാണ് അവർ ബില്ലടിക്കുക. ഈ കാണുന്നത് ഗുരുവായൂർ അമ്പലത്തിനകത്തുള്ള ക്ലോക്ക് റൂമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സാധനങ്ങൾ, നിങ്ങളുടെ ഫോണ്, അതുപോലുള്ള മറ്റുള്ള എന്ത് വിലപ്പിടിപ്പുള്ള സാധനങ്ങളും ഇവിടെ വയ്ക്കാം. അതുപോലെ തന്നെ ഓരോ തവണയും ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ട്. അതായത് പ്രായമായവർ, വഴിതെറ്റിപ്പോയവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ നമ്മൾ ഇൻഫർമേഷൻ അറിയിച്ചു കഴിഞ്ഞാൽ അവരവിടെ നിന്ന് വിളിച്ച് പറയും. ആളുകളെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് കുട്ടികൾക്ക് ഒരുപാട് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ അകത്തോട്ട് പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീകളടക്കം, നിങ്ങളുടെ വിലപിടിപ്പുള്ള ഓർണമെൻറ്റ്സ് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. കാരണം അമ്പലത്തിനകത്ത് കവർച്ചകൾ ഒരുപാട് നടക്കുന്നൊരു സ്ഥലം കൂടിയാണെന്നുള്ളത് പ്രത്യേകം ഓർമ്മയിൽ ഇരുന്നു കൊള്ളട്ടെ. പാൽപ്പായസത്തിൻ്റെ കൗണ്ടറാണിത്. ഇവിടെയും അത്യാവശ്യം നല്ല തിരക്ക് തന്നെയുണ്ട്. പക്ഷേ പെട്ടെന്ന് ക്യൂ ഒഴിഞ്ഞു പോകുന്നുമുണ്ട്.
എനിക്ക് വയറ് നല്ലതുപോലെ വിശക്കുന്നുണ്ട് കേട്ടോ. കാരണം കാലത്തൊരു ചായയും കുടിച്ചിട്ട് നേരെ വന്നതാണ്. ഇതുവരെ ഒരു പച്ചവെള്ളം കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇതിനകത്തൊരു ഹോട്ടൽ ഗുരുപ്രിയ എന്ന് പറയുന്ന ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ്, പടിഞ്ഞാറേ നടയിലുള്ളതാണ്. ഇവിടെ കയറിയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ നല്ലതുപോലെ സപ്പോർട്ട് തരിക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള വളർച്ച എന്ന് പറയുന്നത്.